ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ഇലക്ട്രിക് ഡൈപോൾ ഉണ്ട്. നമുക്കറിയാം ഡൈപോളിന് ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകളാണ് ഉള്ളത്. ഡൈപോളിൻ്റെ സെൻറ്റർ ആണിത്. ഡൈപോളിൻ്റെ സെൻറ്റർ ആണ് O. ഈ Oയിൽ നിന്നും തീറ്റ ആംഗിളിൽ R അകലെയുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് P. സോ ഈ പോയിന്റ് P എന്ന് പറയുന്നത് എന്താണ്? തീറ്റ ആംഗിൾ. ഡൈപോളിൽ നിന്നും തീറ്റ ആംഗിൾ മാറി R അകലെയുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് P. നമുക്ക് ഈ പോയിന്റ് Pയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കാര്യം മനസ്സിലായോ? സോ ഒരു ഇലക്ട്രിക് ഡൈപോൾ ആണ്. ആ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് P. ഈ പോയിന്റ് P ഡൈപോളിൽ നിന്നും തീറ്റ ആംഗിൾ മാറി R അകലെയുള്ള ഒരു പോയിന്റ് ആണ് പോയിന്റ് P. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ പോയിന്റ് Pയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തെന്നാണ്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ പോയിന്റ് Pയുടെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ? നമുക്കറിയാം ഈ പോയിന്റ് Pയിൽ ഈ ചാർജും ഓരോ പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്. ശരിയല്ലേ? ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്. ഈ രണ്ട് ചാർജും ഈ പോയിന്റ് Pയിൽ പൊട്ടൻഷ്യൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ചാർജിന് പേര് കൊടുക്കാം. ഇതാണ് എ ചാർജ്, ഇതാണ് ബി ചാർജ്. സോ എ ചാർജ് ആണെങ്കിൽ P എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ കൊടുക്കും. അതുപോലെ ബി ചാർജും P എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ കൊടുക്കും. സോ P എന്ന പോയിന്റിൽ ആക്ട് ചെയ്ത ആകെ പൊട്ടൻഷ്യലാണ് VP, വിച്ച് ഈസ് ഈക്വൽ ടു എ ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ പ്ലസ് ബി ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. ശരിയല്ലേ? ഇവിടെ രണ്ട് ചാർജ് ഉണ്ട്. സോ എ ചാർജ് ആണെങ്കിൽ P എന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അതാണ് VA. അതുപോലെ ബി ചാർജും എന്ത് ചെയ്യും? P എന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ അതാണ് VB. സോ VA പ്ലസ് VB ആണ് P എന്ന പോയിന്റിലുള്ള ആകെ പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് ഈ എ ചാർജ് P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലായ VAൻ്റെ വാല്യൂ വേണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് വേണം. ശരിയല്ലേ? ഈ എയിൽ നിന്നും Pയിലേക്കുള്ള ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്കാണെങ്കിൽ കരുതാം ഈ എയിൽ നിന്നും Pയിലേക്കുള്ള അകലമാണ് R1. സോ ഈ ഡിസ്റ്റൻസ് ആണ് R1. അതുപോലെ ഈ ബിയിൽ നിന്നും Pയിലേക്കുള്ള അകലമാണ് R2. സോ നമ്മൾ അസ്യൂം ചെയ്യുന്ന രണ്ട് ഡിസ്റ്റൻസ് ആണ് R1ഉം R2ഉം. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ഈസി ആയിട്ട് ഈ എ ചാർജ്, ഈ പോസിറ്റീവ് ചാർജ്, ഈ പ്ലസ് Q ചാർജ് P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. ശരിയല്ലേ? എന്താണ്? VA. അതായത് ഈ എ ചാർജ് P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? പ്ലസ് Q. സോ നമ്മൾ പ്ലസ് Q അതുപോലെ എഴുതാം ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ് R1. ശരിയല്ലേ? അതുപോലെ ഈ ബി ചാർജ് P എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് 1/4πε0 ഇൻറ്റു ചാർജ് എത്രയാണ്? മൈനസ് Q ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് ആണ് R2. ഇനി നമുക്ക് VP പൊട്ടൻഷ്യൽ അറ്റ് P കണ്ടുപിടിക്കാം. ഇവിടുത്തുള്ള ആകെ പൊട്ടൻഷ്യലാണ് VP, വിച്ച് ഈസ് ഈക്വൽ ടു VA പ്ലസ് VB. VAൻ്റെ വാല്യൂ എത്രയാണ്? 1/4πε0 ഇൻറ്റു പ്ലസ് Q ഡിവൈഡ് ബൈ R1. സോ നമ്മൾ VA എഴുതി. ഇനി VB എഴുതാൻ പോവുകയാണ്. 1/4πε0 ഇൻറ്റു മൈനസ് Q ഡിവൈഡ് ബൈ R2. നമുക്കിവിടുന്ന് ആരെ കോമൺ എടുക്കാം? Q ഡിവൈഡ് ബൈ 4πε0 കോമൺ എടുക്കാം. ശരിയല്ലേ? സോ കോമൺ എടുക്കുകയാണ്. Q ഡിവൈഡ് ബൈ 4πε0 കോമൺ എടുത്തു. അങ്ങനെയെങ്കിൽ ഇവിടെ ആരുണ്ട്? 1 ഡിവൈഡ് ബൈ R1 ഉണ്ട്. ശരിയല്ലേ? ഇനി ഈ പ്ലസും ഇവിടുത്തെ മൈനസും കൂടെ കൂടി ചേർന്ന് മൈനസ് ആകും. ഡിവൈഡ് ബൈ 1 ഡിവൈഡ് ബൈ R2. നമുക്ക് ഈ ബ്രാക്കറ്റിനകത്തുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് പൊട്ടൻഷ്യൽ അറ്റ് P വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ 4πε0. ബ്രാക്കറ്റിനകത്താണെങ്കിൽ എന്ത് ചെയ്യും? R1 R2 എന്ന് വരും. ശരിയാണോ? R1 R2. ഈ R2 ഇവിടെ വരും മൈനസ് R1. സോ ഇതാണ് പൊട്ടൻഷ്യൽ അറ്റ് P. പക്ഷേ ഇവിടെയാണെങ്കിൽ നമ്മൾ ഈ R1ഉം R2 നമ്മൾ ഗസ് ചെയ്ത വാല്യൂസ് ആണ്. ശരിയല്ലേ? സോ R1ഉം R2 നമ്മൾ കൺസിഡർ ചെയ്ത വാല്യൂസ് ആണ്. അതാണോ വേണ്ടുന്നത്? അതല്ല ഇക്വേഷനിൽ വേണ്ടുന്നത്. നമുക്ക് ഇക്വേഷനിൽ വേണ്ടുന്നത് R എന്ന ടേമാണ്. ഈ R എന്ന ടേമിനെ നമുക്ക് ഇനി ഇക്വേഷനിൽ കൊണ്ടുവരണം. കാര്യം മനസ്സിലായോ? നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടെ R-നെ കൊണ്ടുവരുന്നത്. അതിനു മുന്നേ ഈ ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതാം. പൊട്ടൻഷ്യൽ അറ്റ് P വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ 4πε0 ഇൻറ്റു R2 മൈനസ് R1 ഡിവൈഡ് ബൈ R1 R2. ശരിയല്ലേ? സോ ഇതാണ് നമ്മളുടെ കീ ഇക്വേഷൻ. ഇനി ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ രണ്ട് ലൈനുകളുണ്ട്. ഈ ലൈൻ്റെ ലെങ്ത് ആണ് X, ഈ ലൈൻ്റെ ലെങ്ത് ആണ് Y.
ഈ രണ്ട് ലൈനുകൾക്കിടയിലുള്ള ആംഗിളാണ് തീറ്റ. ഈ തീറ്റ വളരെ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് പറയാം ഇവിടുന്ന് വരയ്ക്കുന്ന ഈ പെർപെൻഡിക്കുലർ ലൈൻ ഈ ലൈനെ മുറിക്കും, ഈ y എന്ന ലൈനെ മുറിക്കും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഇത്രയും ഡിസ്റ്റൻസ് എത്രയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് എപ്പോഴാണ് ട്രൂ ആവുന്നത്? ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ വളരെ വളരെ ചെറുതാണെങ്കിൽ. ഇതിന് കാരണം എന്താണ്? ഇതിന് കാരണം നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. ലിമിറ്റ് തീറ്റ ടെൻസ് ടു 0 സൈൻ തീറ്റ ബൈ തീറ്റ എത്രയാണ്? 1 ആണ്. ഇതിൻ്റെ മീനിങ് എന്താണ്? തീറ്റ വളരെ വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു വാല്യൂ ആണെങ്കിൽ, തീറ്റ വളരെ ചെറുതാണെങ്കിൽ സൈൻ തീറ്റ ബൈ തീറ്റ 1 ആണ്. എപ്പോഴാണ് ഒരു ഫ്രാക്ഷൻ്റെ വാല്യൂ 1 ആവുന്നത്? സൈൻ തീറ്റയ്ക്കും തീറ്റയ്ക്കും സെയിം വാല്യൂ വരുമ്പോൾ. ശരിയല്ലേ? സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആവുമ്പോഴാണ് സൈൻ തീറ്റ ബൈ തീറ്റ 1 ആകുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈൻ തീറ്റ എടുത്ത് നോക്കാം. സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ്, നമുക്കിതിനെ ബി എന്ന് വിളിക്കാം. ബി ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് എക്സ്. ശരിയല്ലേ? ഇത് നമുക്ക് തീറ്റൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. തീറ്റ നോക്കേ, ഇതെന്ന് പറയുന്നത് ഈ തീറ്റ വളരെ ചെറുതാണെങ്കിൽ നമുക്ക് ഇതിനെയാണെങ്കിൽ ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് എടുക്കാം. ശരിയല്ലേ? സോ ഇത് രണ്ടും റേഡിയസ് ആണ്. ശരിയാണോ? സർക്കിളിൻ്റെ സെൻറ്റർ ആണ്, സെൻറ്ററിലെ പോയിന്റ് ആണ് O. ഇത് രണ്ടും റേഡിയസ് ആണ്. സോ ഇതെന്ന് പറയുന്നത് ആർക്ക് ലെങ്ത് ആണ്. ശരിയല്ലേ? സോ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡ് ബൈ റേഡിയസ്. ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എത്രയാണ്? ബി ആണ്. ഡിവൈഡ് ബൈ റേഡിയസ് എത്രയാണ്? എക്സ് ആണ്. ശരിയാണോ? സോ തീറ്റ വളരെ ചെറുതാണെങ്കിൽ ഈ ട്രയാങ്കിളിനെ നമുക്കൊരു സെക്ടറായിട്ട്, ഒരു സർക്കിളിൻ്റെ ഭാഗമായിട്ട് പരിഗണിക്കാം. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും എന്താണ്? റേഡിയസ് ആണ്. ശരിയാണോ? അതായത് സൈൻ തീറ്റൻ്റെ വാല്യൂ ബി ബൈ എക്സ് ആണ്, അതുപോലെ തീറ്റൻ്റെ വാല്യൂ ബി ബൈ എക്സ് ആണ്. സൈൻ തീറ്റ ബൈ തീറ്റ എത്രയായിരിക്കും? 1 ആയിരിക്കും. സോ ലിമിറ്റ് തീറ്റ ടെൻസ് 0 സൈൻ തീറ്റ ബൈ തീറ്റ എത്രയാണ്? 1 ആണ്. സോ ഇതൊക്കെ നിങ്ങൾ മാത്സിൽ പഠിച്ചതാണ്. ശരിയല്ലേ? സോ തീറ്റ എന്ന് പറയുന്നത് വളരെ വളരെ ചെറുതാണെങ്കിൽ ഇവിടുന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ഇതിനെ മുറിക്കും. അങ്ങനെയെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗം എന്താണ്? ഇത്രയും y ആണ്, ഇത്രയും ഭാഗം എക്സ് ആണ്. അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും? വൈയിൽ നിന്നും എക്സ് കുറയ്ക്കുന്നതായിരിക്കും. ഇത് y മൈനസ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? സോ ഈ ഇക്വേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. സോ നമുക്ക് ഇപ്പോൾ ആവശ്യം എന്താണ്? ഈ ലൈനിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ലൈൻ ഈ ലൈനെ മുറിക്കും. അങ്ങനെയെങ്കിൽ ഈ രണ്ട് സൈഡ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ അതുപോലെ നമുക്ക് ഇവിടെയും ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. നോക്കി, ഈ ലൈനിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണ്. കാര്യം മനസ്സിലായോ? ഈ ലൈനിൽ നിന്നും നമ്മളൊരു പെർപെൻഡിക്കുലർ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാൻ പോവുകയാണ്. സോ ഞാൻ വരച്ചു കഴിഞ്ഞു. സോ ഇതൊരു പെർപെൻഡിക്കുലർ ലൈൻ ആണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ഭാഗം R1 ആണെങ്കിൽ ഇത്രയും ഭാഗവും R1 ആയിരിക്കും. ഈ ഫുൾ അകലം R ആണ്. ഇത്രയും R1 ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഈ അകലം എന്തായിരിക്കും? ആകെ അകലത്തിൽ നിന്നും R-ൽ നിന്നും ഈ R1 കുറയ്ക്കുന്നതായിരിക്കും. ശരിയല്ലേ? സോ ഇതാണ് R മൈനസ് R1. സോ ഈ അകലമാണ് R മൈനസ് R1. കാര്യം മനസ്സിലായോ? ഇനി ഈ പോയിന്റ് ആണ് പോയിന്റ് സി. അങ്ങനെയെങ്കിൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടുമല്ലോ. ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? ട്രയാങ്കിൾ ACO. ട്രയാങ്കിൾ ACO. ഇനി ഈ ട്രയാങ്കിൾ നമുക്ക് കോസ് തീറ്റ എടുക്കാമല്ലോ. കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? R മൈനസ് R1. സോ R മൈനസ് R1 ആണ് അഡ്ജസൻറ്റ് സൈഡ്. ഡിവൈഡ് ബൈ ഹൈപ്പോട്ട്നൂസ് എത്രയാണ്? ഇത്രയും ഭാഗം. അതെന്താണ്? ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്. എത്രയാണ്? A ആണ്. കാര്യം മനസ്സിലായോ? ഇത് A ആണെങ്കിൽ ഇതും A ആണ്. ഇത്രയും ഭാഗവും A ആണ്. സോ ഹൈപ്പോട്ട്നൂസ് ആണ് A. അങ്ങനെ നമുക്ക് പറയാം R മൈനസ് R1 വിച്ച് ഈസ് ഈക്വൽ ടു A കോസ് തീറ്റ. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ നമുക്ക് ഈ R1 കണ്ടുപിടിക്കാം. R1 നമുക്ക് ഇവിടെ കൊണ്ടുവരാം, അതുപോലെ A കോസ് തീറ്റ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ അങ്ങനെ വരും R1 വിച്ച് ഈസ് ഈക്വൽ ടു R മൈനസ് A കോസ് തീറ്റ എന്ന് വരും. ശരിയല്ലേ? ഈ R1 ഇവിടെ വരുമ്പോൾ R1 വിച്ച് ഈസ് ഈക്വൽ ടു R മൈനസ് A കോസ് തീറ്റ.
അപ്പോൾ ഈ R1 പകരം എന്ത് പറയാം? ഈ R1 പകരം R മൈനസ് എ കോസ് തീറ്റ എന്ന് പറയാം. സോ R1 വിച്ച് ഈസ് ഈക്വൽ ടു R മൈനസ് എ കോസ് തീറ്റ. കാര്യം മനസ്സിലായോ? ഇനിയാണെങ്കിൽ നമുക്ക് ഈ ഡയഗ്രത്തെ കുറച്ചും കൂടി ഒന്ന് മോഡിഫൈ ചെയ്യാം. സോ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ R എന്ന ലൈൻ, ഞാൻ അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ലൈനിൽ നിന്നും, നമ്മുടെ R2 എന്ന് പറഞ്ഞ ഈ ലൈനിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരയ്ക്കാൻ പോവുകയാണ്. സോ ഇങ്ങോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഇതാണ് 90 ഡിഗ്രി. കാര്യം മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഇത് ഫുൾ എത്രയാണ്? R2 ആണെങ്കിൽ ഇത് ഫുൾ എന്തായിരിക്കും? R2 ആയിരിക്കും. കാര്യം മനസ്സിലായോ? ഇത് R2 ആണ്, ഇത് ഫുള്ളും R2 ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത്രയും ഡിസ്റ്റൻസ് എത്രയാണ്? ഇത് ഫുൾ R2 ആണ്, ഇത്രയും R ആണ്. അങ്ങനെയെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആണ് R2 മൈനസ് R. കാര്യം മനസ്സിലായോ? ഈ ഡിസ്റ്റൻസ് എത്രയാണ്? R2 മൈനസ് R. ഇതെങ്ങനെ വന്നത്? ഇത് R2 ആണ്, അങ്ങനെയെങ്കിൽ ഇത് ഫുള്ള് R2 ആയിരിക്കും. ഇത്രയും ഭാഗം R ആണ്. സോ R2വിൽ നിന്നും R കുറയ്ക്കുമ്പോൾ R2 മൈനസ് R. നമുക്ക് ഈ പോയിന്റിനെ D എന്ന് വിളിക്കാം. സോ നമുക്ക് ട്രയാങ്കിൾ കിട്ടി. ശരിയല്ലേ? ഇത് തീറ്റയാണെങ്കിൽ ഇതെന്തായിരിക്കും? തീറ്റയായിരിക്കും. ശരിയല്ലേ? ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ട്രയാങ്കിളിൻ്റെ പേരെന്താണ്? ട്രയാങ്കിൾ ODB. ട്രയാങ്കിൾ ODB. നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ കോസ് തീറ്റ എടുക്കാമല്ലോ. കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? R2 മൈനസ് R ഡിവൈഡ് ബൈ ഹൈപ്പോട്നോസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് എത്രയാണ്? A ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. R2 മൈനസ് R വിച്ച് ഈസ് ഈക്വൽ ടു A കോസ് തീറ്റ. ശരിയല്ലേ? സോ ഈ മൈനസ് ആറിനെ ഇവിടെ കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് കിട്ടും R2 വിച്ച് ഈസ് ഈക്വൽ ടു R പ്ലസ് എ കോസ് തീറ്റ. കാര്യം മനസ്സിലായോ? സോ R2 വിച്ച് ഈസ് ഈക്വൽ ടു R പ്ലസ് എ കോസ് തീറ്റ. അപ്പോൾ R1നെയും R2നെയും നമുക്ക് ആരുടെ ടേമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു? Rൻ്റെ ടേമിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. കാര്യം മനസ്സിലായോ? ഇനി നമുക്കാണെങ്കിൽ നമ്മുടെ പ്രധാന ഇക്വേഷൻ, അതായത് പൊട്ടൻഷ്യൽ അറ്റ് പിയുടെ ഇക്വേഷനിൽ R1ഉം R2നും പകരം നമുക്ക് കിട്ടിയ ഇക്വേഷൻസ് ഇട്ട് കൊടുക്കാം. ശരിയല്ലേ? ഈ ഇക്വേഷന് വേണ്ടിയാണ് നമ്മളിങ്ങനെ മോഡിഫൈ ചെയ്തത്. കാര്യം മനസ്സിലായോ? സോ പൊട്ടൻഷ്യൽ അറ്റ് പി വിച്ച് ഈസ് ഈക്വൽ ടു Q ബൈ 4πε0 നമുക്ക് അതുപോലെ എഴുതാം. Q ഡിവൈഡ് ബൈ 4πε0 അതുപോലെ എഴുതി ഇൻറ്റു R2 എത്രയാണ്? R പ്ലസ് എ കോസ് തീറ്റ. ഇനി ആരാണ്? മൈനസ് അടുത്തെന്താണ്? R1 എത്രയാണ്? R മൈനസ് എ കോസ് തീറ്റ ഡിവൈഡ് ബൈ R1 പ്ലസ് R2, അതായത് R പ്ലസ് എ കോസ് തീറ്റ ഇൻറ്റു R മൈനസ് എ കോസ് തീറ്റ. ശരിയല്ലേ? ഇതെന്താണ്? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. ശരിയല്ലേ? നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് എഴുതാം. അതുപോലെ ഈ മൈനസിനെ ബ്രാക്കറ്റ് മാറ്റി അകത്തേക്ക് കൊണ്ടുവരാം. കാര്യം മനസ്സിലായോ? ഇവിടെ ഈ ആറും ഈ ആറും ക്യാൻസൽ ആയി പോകും. സോ എ കോസ് തീറ്റ പ്ലസ് എ കോസ് തീറ്റ 2a കോസ് തീറ്റ. നമുക്കറിയാം Q ഇൻറ്റു 2a എന്താണ്? P ആണ്. Q ഇൻറ്റു 2a P ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ Vp is equal to 1 divided by 4πε0 into P cos theta divided by R square minus A square cos square theta. ഈ P എങ്ങനെ വന്നത്? P എന്ന് പറഞ്ഞാൽ Q ഇൻറ്റു 2a ആണ്. ശരിയല്ലേ? ഡൈപോൾ മൊമെന്റ് ഈസ് ഈക്വൽ ടു Q ഇൻറ്റു 2a. 2a എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈപോളിൻ്റെ ലെങ്ത്. ഇനി കരുതുക, ഈ R എന്ന് പറയണത്, ഈ ഡിസ്റ്റൻസ് എന്ന് പറയണത് വളരെ വലിയ ഡിസ്റ്റൻസ് ആണ്. സോ ആറിൻ്റെ വാല്യൂ വളരെ വലുതാണ്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? എയുമായി കമ്പയർ ചെയ്യുമ്പോൾ. എ എന്ന് പറയുന്നത് എന്താണ്? ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ R വളരെ വലുതാണെങ്കിൽ നമുക്ക് ഈ ടേമിനെ എന്ത് ചെയ്യാം? അവോയ്ഡ് ചെയ്യാം. ശരിയല്ലേ? R സ്ക്വയർ വലിയ വാല്യൂ ആണ്. അതിൽ നിന്നും ഈ ചെറിയ വാല്യൂ കുറയ്ക്കേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യാം. അങ്ങനെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ അറ്റ് പി വിച്ച് ഈസ് ഈക്വൽ ടു 1 by 4πε0 into P cos theta divided by R square എന്ന് പറഞ്ഞാൽ മതി. ശരിയല്ലേ? സോ ഇതാണ് P എന്ന പോയിന്റിലെ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ. എന്താണ്? Vp which is equal to 1 divided by 4πε0 into P cos theta divided by R square. വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ് ഇത്. കാര്യം മനസ്സിലായോ? സോ ഒരു ഇലക്ട്രിക് ഡൈപോൾ
ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് പൊട്ടൻഷ്യൽ അറ്റ് പി. പി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലാണ് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി കോസ് തീറ്റ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ആണ്. ശരിയല്ലേ? നമുക്കറിയാം ഒരു പോയിന്റ് ചാർജ് ആണെങ്കിൽ ക്യൂ എന്ന് പറഞ്ഞൊരു പോയിന്റ് ചാർജ് ഉണ്ട്, ഇതൊരു പോയിന്റ് ചാർജ് ആണ്. ഈ ചാർജ് ആണെങ്കിൽ പി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഇക്വേഷൻ വി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ആർ ആണ്. ശരിയല്ലേ? ഈ ഡിസ്റ്റൻസ് ആർ ആണെങ്കിൽ ക്യൂ ഡിവൈഡ് ബൈ ആർ ആണ്. അതായത് ഇവിടെ വി പ്രപ്പോർഷണൽ ടു 1 ഡിവൈഡ് ബൈ ആർ ആയിരുന്നു. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഡൈപോൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഡൈപോൾ വിച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ആറിൻ്റെ സ്ക്വയർ ആണ്. ഈ കാര്യം മനസ്സിലായോ? സോ ഡൈപോളിൻ്റെ മാത്രം പ്രത്യേകതയാണ് പൊട്ടൻഷ്യൽ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. പോയിന്റ് ചാർജ് ആണെങ്കിലോ അത് വെറും ഡിസ്റ്റൻസിന് മാത്രമേ ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ഉള്ളൂ. പക്ഷെ എന്താണ്? ഡിസ്റ്റൻസിൻ്റെ സ്ക്വയറിനാണ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. കാര്യം മനസ്സിലായോ? ഇനി നോക്ക്, ഇവിടെ ഒരു കോസ് തീറ്റ ഉണ്ട്. ശരിയല്ലേ? ഇവിടെ എന്തുണ്ട്? കോസ് തീറ്റ ഉണ്ട്. നമുക്കറിയാം കോസ് തീറ്റയ്ക്ക് എന്തെല്ലാം വാല്യൂ ഉണ്ട്? കോസ് തീറ്റയ്ക്ക് ആണെങ്കിൽ നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ശരിയല്ലേ? അതുപോലെ കോസ് തീറ്റയ്ക്ക് 0 വാല്യൂ ഉണ്ട്. അതുപോലെ കോസ് തീറ്റയ്ക്ക് പോസിറ്റീവ് വാല്യൂ ഉണ്ട്. അങ്ങനെയെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ, ഒരു ഡൈപോൾ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിന് എന്തെല്ലാം വാല്യൂ വരും? നെഗറ്റീവ് വാല്യൂ വരും, 0 വാല്യൂ വരും, പോസിറ്റീവ് വാല്യൂ വരും. നമുക്ക് നോക്കാം എപ്പോഴൊക്കെയാണ് ഡൈപോളിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആകുന്നത്, എപ്പോഴാണ് 0 ആകുന്നത്, അതുപോലെ എപ്പോഴാണത് പോസിറ്റീവ് ആകുന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഡൈപോളിൻ്റെ ആണെങ്കിൽ പൊട്ടൻഷ്യലിൻ്റെ വെക്റ്റർ ഇക്വേഷൻ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. ശരിയല്ലേ? സോ ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ ഡൈപോൾ മൊമെൻ്റ് എന്താണ്? അതൊരു വെക്റ്ററാണ്. അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? നെഗറ്റീവ് ടു പോസിറ്റീവ്. സോ ഡൈപോൾ മൊമെൻ്റ് ആക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഇതാണ് പി വെക്റ്ററിൻ്റെ ഡയറക്ഷൻ. കാര്യം മനസ്സിലായോ? ഇനി എന്തുണ്ട്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്റ്റർ. അവിടെ നിന്നാണ് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകും. അതിനും ഡയറക്ഷൻ ഉണ്ട്. സോ ആർക്കൊക്കെയാണ് ഡയറക്ഷൻ ഉള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് ഡയറക്ഷൻ ഉണ്ട്, അതുപോലെ ഡൈപോൾ മൊമെൻറ്റിനും ഡയറക്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ സൂചിപ്പിക്കാം. ശരിയല്ലേ? വെക്ടർ സൈൻ സൂചിപ്പിക്കാം. പക്ഷെ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. നമ്മൾ മുന്നേ ഉള്ള ചാപ്റ്ററിലും പറഞ്ഞതാണ്, ഒരിക്കലും വെക്ടറെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെക്ടറിൻ്റെ സൈൻ സൂചിപ്പിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മളിവിടെ എഴുതും. ഇനി അതിൻ്റെ ഡയറക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ഡയറക്ഷൻ എത്രയാണ്? നമുക്കറിയാം 6 വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടർ നമുക്ക് രണ്ടായിട്ട് മുറിക്കാം. ഒന്ന് മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ, ആറിൻ്റെ മാഗ്നിറ്റ്യൂഡ്, ഇൻറ്റു ഇനി അതിൻ്റെ ഡയറക്ഷൻ. മനസ്സിലാവുന്നുണ്ടോ? ഒരു വെക്ടറിന് 2 ഭാഗമുണ്ട്. ഒന്ന് അതിൻ്റെ മാഗ്നിറ്റ്യൂഡും മറ്റതിൻ്റെ ഡയറക്ഷനും. സോ മാഗ്നിറ്റ്യൂഡ് മാത്രം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡയറക്ഷൻ ഇല്ലേ? ഈ ഡയറക്ഷൻ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതും. കാര്യം മനസ്സിലായോ? ഇത് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ, എന്തില്ല? ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഇല്ല. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റി ആണ്. എങ്കിൽ ഇത്തരം വെക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. സോ ഒരു വെക്ടറിനെ നമ്മൾ രണ്ടായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയുണ്ട്? അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഡയറക്ഷൻ തരുന്ന വെക്ടറിനെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. ഈ കാര്യം മനസ്സിലായോ? ഇനി നോക്കേ, പി എന്ന് പറഞ്ഞൊരു വെക്ടറാണ്. അതുപോലെ ആർ എന്ന് പറയുന്നത്, ആർ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് വെക്ടറാണ്. സോ ഇതൊരു വെക്ടറാണ്, ഇതൊരു വെക്ടറാണ്, ഇത് കോസ് തീറ്റയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം, എ എന്നൊരു വെക്ടറാണ്, ബി എന്ന് വേറൊരു വെക്ടറാണ്, ഇത് കോസ് തീറ്റ ആണെങ്കിൽ നമുക്ക് വെറുതെ പറയാം ഇതിനെ വെക്ടർ എ ഡോട്ട് ബി എന്ന് പറയാം. പറഞ്ഞൂടെ? എ ബി കോസ് തീറ്റ നമുക്ക് എന്ത് പറയാം? എ ഡോട്ട് ബി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ പി ആർ കോസ് തീറ്റയ്ക്ക് വരെ എന്ത് പറയാം നമുക്ക്? ഇതിൻ്റെ വെക്ടർ ഇക്വേഷൻ എങ്ങനെ എഴുതാം? പൊട്ടൻഷ്യൽ അറ്റ് പി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു എന്താണ്? വെക്ടർ പി ഡോട്ട് ആർ ക്യാപ്പ് ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. കാര്യം മനസ്സിലായോ? എന്താണ്? വെക്ടർ ഇക്വേഷൻ ആണ്. വെക്ടർ ഇക്വേഷൻ്റെ സ്കെയിലാർ ഫോമിൽ ഇത് എഴുതിയേക്കുകയാണ്. കാര്യം മനസ്സിലായോ? ഇനി തീറ്റ എന്താണ്? തീറ്റ എന്ന് പറയുന്നത് 6 വെക്ടറും, അതായത് നമ്മളുടെ ഈ വെക്ടറും പൊസിഷൻ വെക്ടറും അതുപോലെയാണെങ്കിൽ ഡൈപോൾ മൊമെൻറ്റും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. ശരിയല്ലേ? സോ തീറ്റ എന്താണ്? ഡൈപോൾ മൊമെൻറ്റും അതുപോലെയാണെങ്കിൽ പൊസിഷൻ വെക്ടറും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. എപ്പോഴും ഡൈപോൾ മൊമെൻറ്റ് എങ്ങനെയായിരിക്കും? നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. അതുപോലെയാണെങ്കിൽ എപ്പോഴും പൊസിഷൻ വെക്ടർ എങ്ങനെയായിരിക്കും? ഒറിജിനിൽ നിന്നും, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്നും പിയിലേക്കായിരിക്കും. ശരിയല്ലേ? സോ ഇതിൻ്റെ രണ്ടിൻ്റെ ഡയറക്ഷൻ ഫിക്സ്ഡ് ആണ്. കാര്യം മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ എൻ്റെ ഒരു ഡൈപോൾ ഉണ്ട്. ഈ ഡൈപോളാണ് ഇത് പ്ലസ് ക്യൂ, ഇത് മൈനസ് ക്യൂ. അതിൻ്റെ ഒറിജിനിൽ നിന്നും ഇവിടെയുള്ളൊരു പോയിൻ്റാണ് പോയിൻ്റ് പി, അങ്ങോട്ടുള്ള അകലമാണ് ആർ എന്ന് പറയുന്നത്. സോ ഇതാണ് പോയിൻ്റ് പി, ഇതാണ് ഒറിജിൻ, ഈ അകലമാണ് ആർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് വെക്ടർ ആക്ട് ചെയ്യുന്നത്
നമ്മളുടെ ഒറിജിനിൽ നിന്നും പിയിലേക്കാണ്. ശരിയല്ലേ? ഇനി ഡൈപോൾ മൊമെന്റ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? അത് നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. സോ ഡൈപോൾ മൊമെന്റ് പിന്റെ ഡയറക്ഷനും ഇങ്ങനെയാണ്. സോ ഇവിടെ ആർ വെക്ടറും പി വെക്ടറും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തീറ്റേൻ്റെ വാല്യൂ 0 ഡിഗ്രിയാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്കറിയാം പൊട്ടൻഷ്യൽ അറ്റ് പി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി കോസ് തീറ്റ. ഇവിടെ തീറ്റ എത്രയാണ്? 0 ഡിഗ്രിയാണ്. ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ശരിയല്ലേ? സോ ഈ കേസിലാണെങ്കിൽ കോസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വരും. അതുകൊണ്ട് ഇവിടെയുള്ള പൊട്ടൻഷ്യലിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. സോ ഒരു പോസിറ്റീവ് ചാർജിന് അടുത്തുള്ളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിലെ പൊട്ടൻഷ്യലിന് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി ഈ കേസിലാണെങ്കിലോ, ഇവിടെ ഇക്വിറ്റോറിയൽ പോയിന്റിലെ ഒരു പോയിന്റ് ആണ് പോയിന്റ് പി. അങ്ങനെയെങ്കിൽ ഇവിടെ ആർ വെക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യും. ശരിയല്ലേ? ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള അകലമാണ് ആർ എന്ന് പറയുന്നത്. ആർ വെക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യും. ഇത് പോസിറ്റീവ് ചാർജാണ്, ഇത് നെഗറ്റീവ് ചാർജാണ്. സോ പി വെക്ടർ ഇങ്ങനെ ആക്ട് ചെയ്യും. ഇവിടെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. തീറ്റേൻ്റെ വാല്യൂ 90 ഡിഗ്രിയാണ്. നമുക്കറിയാം കോസ് 90 എത്രയാണ്? 0 ആണ്. അങ്ങനെയെങ്കിൽ ഈ കേസിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിലെല്ലാം പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. പക്ഷേ ഇവിടെ എന്തുണ്ട്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്. ശരിയല്ലേ? ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. പക്ഷേ എന്താണ് 0? പൊട്ടൻഷ്യൽ 0 ആണ്. സോ ഇവിടെ ആര് 0 അല്ല? ഇലക്ട്രിക് ഫീൽഡ്. ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ 0 അല്ല. പക്ഷെ ആര് 0 ആണ്? പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ 0 ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആവണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. സോ പൊട്ടൻഷ്യൽ 0 ആകും, പക്ഷേ ഇലക്ട്രിക് ഫീൽഡ് 0 ആകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ പഠിച്ചായിരുന്നു, ഒരു ഡൈപോളിൻ്റെ ഇക്വിറ്റോറിയൽ ആക്സിസിലെ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ എത്രയാണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് പി എന്ന് പറയുന്നത് 1 ഡിവൈഡ് ബൈ 4 പൈ എപ്സിലോൺ 0 ഇൻറ്റു പി ഡിവൈഡ് ബൈ ആർ ക്യൂബ് ആണ്. ശരിയല്ലേ? സോ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഉണ്ട്, പക്ഷേ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? 0 ആണ്. ഇനി നമുക്ക് മറ്റൊരു പോയിന്റ് എടുക്കാം. ഇവിടെയാണെങ്കിൽ ഒറിജിനിൽ നിന്നും പിയിലേക്ക് ഇങ്ങനെയാണ് നമ്മൾ ആർ വെക്ടർ വരയ്ക്കുന്നത്. സോ ഡിസ്റ്റൻസ് വെക്ടർ ഇങ്ങനെയും, ഇത് പോസിറ്റീവ് ചാർജും ഇത് നെഗറ്റീവ് ചാർജുമാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് ഇങ്ങനെയുമാണ്. സോ ഇവിടെ ആർ വെക്ടറും പി വെക്ടറും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ തീറ്റേൻ്റെ വാല്യൂ 180 ഡിഗ്രിയാണ്. സോ ഇവിടെയുള്ള പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ എത്രയാണ്? ഈ പോയിന്റിലെ നെഗറ്റീവ് ആയിരിക്കും. സോ നെഗറ്റീവ് ചാർജിന് അടുത്തുള്ള പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. പോസിറ്റീവ് ചാർജിന് അടുത്തുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. സോ ഇത് പോസിറ്റീവാണ്, ഇത് നെഗറ്റീവാണ്. ഇവിടെ എത്രയാണ്? 0 ആണ്. സോ ഈ പോയിന്റിൽ നമ്മളിങ്ങനെ കറക്കി ഇങ്ങനെ പോയി ഇവിടെ എത്തിച്ചേരുമ്പോൾ പോസിറ്റീവിൽ നിന്ന് പോയി 0 ആയി വീണ്ടും തീയും നെഗറ്റീവിലേക്ക് എത്തിച്ചേരും. സോ ഈക്വൽ ഡിസ്റ്റൻസിലെല്ലാം പൊട്ടൻഷ്യൽ ഒരുപോലെയാണോ? അല്ല. സോ ഇവിടെ പോസിറ്റീവ് ആയിരിക്കും പൊട്ടൻഷ്യലിന്, ഇങ്ങോട്ട് വരുമ്പോൾ 0 ആയിട്ട് മാറും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ അത് നെഗറ്റീവായിട്ട് മാറും. കാര്യം മനസ്സിലായോ? എക്സ്പ്രഷൻ ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഉണ്ട്. നമുക്കറിയാം ഈ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജും അതുപോലെ ഈ പ്ലേറ്റിനാണെങ്കിൽ നെഗറ്റീവ് ചാർജുമായിരിക്കും. ഇനി ഈ രണ്ട് കണ്ടക്ടിങ് സർഫസ് എന്ന് പറയുന്നത് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ശരിയല്ലേ? സോ ഇത് രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇതിനിടയിലാണെങ്കിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇതാണ് നമ്മളുടെ ഇലക്ട്രിക് ഫീൽഡ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? ഇ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ആണ്. ഈ പ്ലേറ്റിൻ്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി എന്ന് പറയുന്നത്. സോ കണ്ടക്ടറിൻ്റെ ചാർജ് ചെയ്ത കണ്ടക്ടറിൻ്റെ സർഫസ് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസിന് എക്സാമ്പിൾ ആണ്. സോ ഇതൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇത് മറ്റൊരു ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഈ രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള അകലമാണ് ഡി എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇ വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ഡിവൈഡ് ബൈ ഡി ആർ ആണ്. ഇനിയാണെങ്കിൽ മൈനസ് ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആർ ആണ്. എന്താണ് ഡി ആർ എന്ന് പറയുന്നത്? ഈ രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഡി ആർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഈ രണ്ട് ഇക്യൂ പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ ഡി വി എന്ന് പറയുന്നത്. ഈ നെഗറ്റീവ് സൈൻ ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. സോ നമുക്ക് പറയാം ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആർ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? വി ആണ്. സോ നമുക്ക് ഡി വിക്ക് പകരം പറയാം വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി ആർ. എന്താണ്? ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലമാണ്. ശരിയല്ലേ? സോ ഡി ആറിന് പകരം നമുക്ക് പറയാം ഇവിടെ അകലം എത്രയാണ്? ഡി ആണ്. സോ ഇൻറ്റു ഡി. ശ്രദ്ധിക്കണം,
ഈ ഡി എന്ന് പറഞ്ഞാൽ ഡിഫറൻഷ്യൽ സെൻറ്റർ ഡി ആണ്. ഈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലമാണ്. സോ ഇത് കൺഫ്യൂസ് ആവരുത്. സോ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ്? വി വിച്ച് ഈസ് ഈക്വൽ ടു, വി എന്താണ്? ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ഇ. ഇ എന്താണ്? ആ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡി. ഡി എന്താണ്? ആ രണ്ട് ഇക്യൂബ് പൊട്ടൻഷ്യൽ സർഫസുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ഇൻ്റെ വാല്യൂ അറിയാം. അത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡി. വി വിച്ച് ഈസ് ഈക്വൽ ടു ഇക്ക് പകരം എന്ത് പറയാം? സിഗ്മ ഡിവൈഡ് ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. ഇനി സിഗ്മ എന്താണ്? സിഗ്മ എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ എ ആണ്. സോ വി വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മയ്ക്ക് പകരം പറയാം ക്യൂ ഡിവൈഡ് ബൈ എ. ഇനി എന്തുണ്ട്? എപ്സിലോൺ 0 ഇൻറ്റു ടി. നമുക്കറിയാം കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ചാർജ് ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ സി വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. നമ്മളിത് കഴിഞ്ഞ വീഡിയോയിലും പഠിച്ചതാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ വി എന്താണ്? ക്യൂ ഡി ഡിവൈഡ് ബൈ എ എപ്സിലോൺ 0. സോ ഇവിടുത്തെ ക്യൂവും ക്യൂവും ക്യാൻസൽ ആയി പോകും. വിച്ച് ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി എന്ന് വരും. സോ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി എന്ന് വന്നു. നോക്ക്, ഈ എപ്സിലോൺ 0 എന്തുകൊണ്ടാണ് വന്നത്? ഇവയ്ക്കിടയിൽ എയർ ആയിരുന്നു ഡയലക്ട്രിക്. അതുകൊണ്ടാണ് ഇവിടെ എപ്സിലോൺ 0 എന്ന് വന്നത്. ശരിയല്ലേ? ഇനി എയറിന് പകരം നമ്മൾ മറ്റൊരു ഡയലക്ട്രിക് മീഡിയമാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ പറയും എപ്സിലോൺ മീഡിയം എന്ന് പറയും. സോ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് സി വിച്ച് ഈസ് ഈക്വൽ ടു എ എപ്സിലോൺ 0 ഡിവൈഡ് ബൈ ഡി. അങ്ങനെയെങ്കിൽ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസിനെ ഉയർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കപ്പാസിറ്റൻസ് ഉയർത്തണമെങ്കിൽ ഒന്നുകിൽ ഏരിയ കൂട്ടണം, അല്ലെങ്കിൽ ഈ എയറിന് പകരം എയറിനേക്കാളും പെർമിറ്റിവിറ്റി കൂടിയ ഒരു ഡയലക്ട്രിക് മീഡിയമാണ് കൊണ്ടുവെക്കുന്നതെങ്കിൽ നമ്മൾ ഈ എപ്സിലോൺ 0യ്ക്ക് പകരം എപ്സിലോൺ മീഡിയം എന്ന് പറഞ്ഞേനെ. അതായത് കപ്പാസിറ്റൻസ് കൂടിയേനെ. ശരിയല്ലേ? സോ ആര് കൂടണം? പെർമിറ്റിവിറ്റി ഓഫ് എ മീഡിയം അല്ലെങ്കിൽ ഡയലക്ട്രിക് മെറ്റീരിയലിനെ കൊണ്ടുവെക്കണം. ഇനിയാണെങ്കിൽ പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ കുറയ്ക്കണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആര് കൂടും? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടും. കാര്യം മനസ്സിലായോ? നിങ്ങളുടെ വീട്ടിലൊക്കെ പഴയ റേഡിയോ ഉണ്ടെങ്കിൽ ആ പഴയ റേഡിയോയിലെ ട്യൂണിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ട്യൂൺ ചെയ്യുന്നത് എന്താണ്? ഈ പ്ലേറ്റുകൾ തമ്മിലുള്ള അകലമാണ്. സോ പഴയ റേഡിയോ നമ്മൾ ട്യൂൺ ചെയ്യുന്നത് ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള അകലം ക്രമീകരിക്കുകയാണ്. അങ്ങനെ അകലം ക്രമീകരിച്ചാൽ ആര് മാറും? കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് മാറും. സോ ഒരു കപ്പാസിറ്ററിൻ്റെ ആണെങ്കിൽ കപ്പാസിറ്റൻസ് ഫിക്സ്ഡ് അല്ല, അത് മാറ്റാൻ കഴിയുന്നെങ്കിൽ അത്തരം കപ്പാസിറ്ററിനെ വിളിക്കുന്ന പേരാണ് വേരിയബിൾ കപ്പാസിറ്റർ. അതിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്. സോ ഇതാണ് കപ്പാസിറ്റർ സിമ്പിൾ. നമ്മൾ അതിനകത്ത് ഇങ്ങനെയൊരു വരയിട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം എന്താണ്? വേരിയബിൾ കപ്പാസിറ്റർ. അതിൻ്റെ മീനിങ് എന്താണ്? ഇതിൻ്റെ കപ്പാസിറ്റൻസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയും. സീരീസ് കണക്ഷൻ. ഇവിടെയാണെങ്കിൽ ഇടയിൽ കുറച്ച് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് C1, C2, C3. സോ വ്യത്യസ്തങ്ങളായ കപ്പാസിറ്റൻസ് ഉള്ള 3 കപ്പാസിറ്റേഴ്സ് ആണ് ഇത്. ഇവയെ ഞാനാണെങ്കിൽ സീരീസ് രീതിയിൽ കണക്ട് ചെയ്യാൻ പോവുകയാണ്. സീരീസ് അഥവാ ശ്രേണി രീതി എന്ന് പറയുന്നത് ഒരു കപ്പാസിറ്റർ മറ്റൊരു കപ്പാസിറ്ററുമായിട്ട് കോർത്ത് ഇങ്ങനെ കണക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ഒരു സെല്ലുമായിട്ട് ഒരു ബാറ്ററിയുമായിട്ട് അതിൻ്റെ വോൾട്ടേജാണ് വി വോൾട്ടേജ് ഉള്ള ബാറ്ററിയുമായിട്ട് ഈ കപ്പാസിറ്ററിനെ സീരീസ് രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഈ കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് ബാറ്ററിയുമായി കണക്ട് ചെയ്തു, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്തു. അതുപോലെ ലാസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ലാസ്റ്റ് പ്ലേറ്റ് ബാറ്ററിയുടെ നെഗറ്റീവ് പ്ലേറ്റുമായിട്ടും കണക്ട് ചെയ്തു. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഈ പോസിറ്റീവ് ചാർജ് ഇങ്ങനെ പ്രവഹിച്ച് ഇവിടെ എത്തും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ പ്ലേറ്റിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. സോ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റ് പോസിറ്റീവ് ചാർജ് ചെയ്യപ്പെടും. അതുപോലെ ഈ കപ്പാസിറ്റർ, ഏത് കപ്പാസിറ്റർ? ലാസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ഈ ലാസ്റ്റ് പ്ലേറ്റ്, ഈ എൻഡ് പ്ലേറ്റ്, അവസാനത്തെ പ്ലേറ്റ് എങ്ങനെ ചാർജ് ചെയ്യപ്പെടും? നെഗറ്റീവ്ലി ചാർജ് ചെയ്യപ്പെടും. ഇനി നോക്കുക, ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് തൊട്ടപ്പുറത്തുള്ള പ്ലേറ്റിൽ എന്ത് ചാർജ് പ്രത്യക്ഷപ്പെടും? പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. നമ്മളിതൊക്കെ പഠിച്ചതാണ് ചാർജിങ് ബൈ ഇൻഡക്ഷൻ. ഇതുപോലെ ഓപ്പോസിറ്റ് പൊളാരിറ്റി ഉള്ള ചാർജുകൾ അടുത്തടുത്തുള്ള പ്ലേറ്റുകളിൽ പ്രത്യക്ഷപ്പെടും. സോ ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, ഇവിടെയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് ഇൻഡ്യൂസ് ചെയ്യും, അതുപോലെ ഇവിടെയാണെങ്കിൽ നെഗറ്റീവ് ചാർജും ഇൻഡ്യൂസ് ചെയ്യും. ശരിയല്ലേ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം.
ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഈ പ്ലേറ്റുകൾക്കെല്ലാം ഇതുപോലെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ കിട്ടും. ഇനി ശ്രദ്ധിക്കണം, സീരീസ് കണക്ഷനിൽ ഈ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റൻസ് എത്രയായാലും നമുക്കറിയാം ഓരോ കപ്പാസിറ്റൻസും വ്യത്യസ്തമാണ്, ശരിയല്ലേ? C1, C2, C3 ഇതൊക്കെ വ്യത്യസ്തമായ കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റേഴ്സ് ആണ്. എന്നിരുന്നാൽ കൂടി ഇവയെ നമ്മൾ സീരീസ് രീതിയിൽ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഓരോ കപ്പാസിറ്ററിലും ശേഖരിച്ച ചാർജിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ സീരീസ് കണക്ഷനിൽ ചാർജ് സെയിം ആണ്. നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചായിരുന്നു സീരീസ് കണക്ഷനിൽ കറണ്ട് കോൺസ്റ്റൻ്റ് ആണ്, ശരിയല്ലേ? നമുക്കറിയാം കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ചാർജ് ബൈ ടൈം ആണ്. സോ കറണ്ട് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആരും കോൺസ്റ്റൻ്റ് ആണ്, ചാർജും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇങ്ങനെയും പറയാം, അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന ചാർജിൻ്റെ വാല്യൂ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്താണ്? സീരീസ് കണക്ഷനിൽ ഓരോ കപ്പാസിറ്ററിലും ശേഖരിക്കപ്പെട്ട ചാർജിൻ്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. പക്ഷേ ഇവിടെ ചാർജിൻ്റെ വാല്യൂസ് മാത്രമേ സെയിം ഉള്ളൂ. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമാണ്. സോ ആര് വ്യത്യസ്തമാണ്? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെ വിളിക്കുന്ന പേരാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. സോ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്താണ്? കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഫസ്റ്റ് കപ്പാസിറ്റർ എടുത്തു. അങ്ങനെയെങ്കിൽ ഇവയുടെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് V1. ഈ V1ൻ്റെ വാല്യൂ എത്രയാണ്? നമുക്കറിയാം C വിച്ച് ഈസ് ഈക്വൽ ടു Q ബൈ V ആണ്. സോ C വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ V ആണ്. ഇവിടെ C എത്രയാണ്? C1 ആണ്. C1 വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ V1. അങ്ങനെയെങ്കിൽ V1 വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് V1 എന്ന് പറയുന്നത്? കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V1 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും നമുക്ക്? Q ഡിവൈഡ് ബൈ C1 എന്ന് കിട്ടും. സോ C1 വ്യത്യസ്തമാണ്, ഓരോ കപ്പാസിറ്ററിൻ്റെയും കപ്പാസിറ്റൻസ് വ്യത്യസ്തമാണ്, ശരിയല്ലേ? ഇത് C1 ആണെങ്കിൽ ഇവിടെ C2 ആണ്, ഇവിടെ C3 ആണ്. അങ്ങനെയെങ്കിൽ ഓരോ കപ്പാസിറ്ററിൻ്റെയും പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമായിരിക്കും. സോ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 വിച്ച് ഈസ് ഈക്വൽ ടു Q1 ബൈ C1 ആണ്. സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അഥവാ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് Q ഡിവൈഡ് ബൈ C2 ആയിരിക്കും. അതുപോലെ തേർഡ് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V3 വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C3 ആയിരിക്കും. സോ ഇത് മൂന്ന് വ്യത്യസ്തമായ വാല്യൂസ് ആണ്, ശരിയല്ലേ? പക്ഷേ ഈ വാല്യൂസ് എവിടുന്നാണ് കിട്ടിയത്? ഈ വോൾട്ടേജ് ആണ്, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇതിന് മൂന്നിനും പൊട്ടൻഷ്യൽ കൊടുത്തത്, ശരിയല്ലേ? ഈ V1ഉം V2ഉം V3 ഒക്കെ ആരാണ് കൊടുത്തത്? ഇവനാണ് കൊടുത്തത്. സോ ഇവൻ്റെ കുറച്ച് ഭാഗമാണ് V1 ആയിട്ട് മാറിയത്. നമ്മൾ കൊടുത്ത ഈ Vൻ്റെ കുറച്ച് ഭാഗമാണ് V2 ആയിട്ടും അതുപോലെ Vൻ്റെ കുറച്ച് ഭാഗമാണ് V3 ആയിട്ടും മാറിയത്, ശരിയല്ലേ? സോ ഇവിടെ പൊട്ടൻഷ്യൽ കൊടുത്ത ആരാണ്? ഈ പൊട്ടൻഷ്യൽ സോഴ്സ് അഥവാ നമ്മളുടെ ബാറ്ററിയാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, എത്രയാണ്? V. സോ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ V ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഡ്രോപ്സ് ഓഫ് ഈച്ച് കപ്പാസിറ്റേഴ്സ്. അതായത് നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ വിച്ച് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യലിൻ്റെ കുറച്ച് ഭാഗം V1 ആയിട്ട് മാറി, കുറച്ച് ഭാഗം V2 ആയിട്ട് മാറി, കുറച്ച് ഭാഗം V3 ആയിട്ട് മാറി. സോ കപ്പാസിറ്റേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്സിൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ നൽകിയ പൊട്ടൻഷ്യലിന് തുല്യമായിരിക്കും. ഇത് ഏത് കണക്ഷനിലാണ്? സീരീസ് കണക്ഷനിലാണ്. സോ സീരീസ് കണക്ഷനിൽ നമ്മൾ കൊടുത്ത പൊട്ടൻഷ്യൽ V വിച്ച് ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 എന്ന രീതിയിൽ ഷെയർ ചെയ്യും. പക്ഷേ ഇവിടെ ആര് സെയിം ആണ്? ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്. എല്ലാ കപ്പാസിറ്ററിലും ഷെയർ ചെയ്യപ്പെട്ട ചാർജിൻ്റെ വാല്യൂ എന്താണ്? സെയിം ആണ്. സോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. എന്താണ്? സീരീസ് കണക്ഷനിലാണെങ്കിൽ ഓരോ കപ്പാസിറ്ററിലും ഷെയർ ചെയ്യപ്പെട്ട ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്, പക്ഷേ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വ്യത്യസ്തമാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ വാല്യൂ എത്രയാണ്? V1 വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C1, V2 വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C2, അതുപോലെ V3 വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C3. അങ്ങനെയെങ്കിൽ ഏത് കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വലുത്? സോ ഏത് കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണ് വലുത്? സോ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണോ വലുത്? അതോ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണോ വലുത്? അതോ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ആണോ വലുത്? നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V വിച്ച് ഈസ് ഈക്വൽ ടു Q ഡിവൈഡ് ബൈ C ആണ്, ശരിയല്ലേ? ഇവിടെ Q എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് മൂന്നിനും Qൻ്റെ വാല്യൂ
കോൺസ്റ്റൻ്റ് ആണ്. സോ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെ നമുക്ക് പറയാം വി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സി. അതായത് കപ്പാസിറ്റൻസ് കൂടുന്നതനുസരിച്ച് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കുറയും. സോ ഏത് കപ്പാസിറ്ററിൻ്റെയാണോ കപ്പാസിറ്റൻസ് ചെറുത്, ഏത് കപ്പാസിറ്ററിൻ്റെയാണോ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ചെറുത്, അവൻ്റെയാണ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വലുത്. കാര്യം മനസ്സിലായോ? സോ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത എന്താണ്? കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ആ കപ്പാസിറ്റർ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ഓരോ കപ്പാസിറ്ററിലും ക്യൂ ചാർജ് ശേഖരിക്കപ്പെട്ടത്. സോ ഇതൊരു പോസിറ്റീവ് പ്ലേറ്റ് ആണ്. ഈ പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ പ്ലസ് ക്യൂ എന്ന ചാർജിനെ ഇവിടെ കൊടുക്കും. സോ ഇവിടുത്തെ ചാർജ് എത്രയായിരുന്നു? പ്ലസ് ക്യൂ. അതുപോലെ ഇവിടുത്തെ ചാർജ് എത്രയായിരുന്നു? മൈനസ് ക്യൂ. സോ ഈ പ്ലേറ്റിന് മൈനസ് ക്യൂ ചാർജും കിട്ടി. നമുക്കറിയാം ഈ രണ്ട് പ്ലേറ്റുകൾ എന്താണ്? ഐഡൻറ്റിക്കൽ പ്ലേറ്റുകളാണ്. സോ ഇവിടെ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ തുല്യ എമൗണ്ട് പോസിറ്റീവ് ചാർജ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്യും. സോ ഇവിടുത്തെ ചാർജ് എത്രയാണ്? പ്ലസ് ക്യൂ. സോ ഇവിടെ ശേഖരിക്കപ്പെട്ട ചാർജ് എത്രയാണ്? ക്യൂ ആണ്. നമുക്കറിയാം കപ്പാസിറ്ററിലെ ആകെ ചാർജിൻ്റെ വാല്യൂ എപ്പോഴും 0 ആണ്. പക്ഷെ നമുക്ക് ഒരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്ലേറ്റിൻ്റെ ചാർജ് എത്രയാണ്? ക്യൂ ആണ്. നമുക്ക് പ്ലസ് എന്നോ മൈനസ് എന്നോ പറയേണ്ട ആവശ്യമില്ല. ക്യൂ ആണ് ഈ കപ്പാസിറ്ററിൽ ശേഖരിക്കപ്പെട്ട ചാർജിൻ്റെ വാല്യൂ. ശരിയല്ലേ? അതുപോലെ ഓരോ പ്ലേറ്റുകളിലും എന്ത് ചെയ്യും? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജുകൾ ശേഖരിക്കപ്പെടും. സോ അങ്ങനെയാണെങ്കിൽ ഓരോ കപ്പാസിറ്ററിലും ശേഖരിക്കപ്പെട്ട ചാർജിൻ്റെ വാല്യൂ സെയിം ആണ്. എത്രയാണ്? ക്യൂ വെച്ചാണ്. കാര്യം മനസ്സിലായോ? ഇനിയാണെങ്കിൽ ഞാൻ ഈ 3 കപ്പാസിറ്ററിന് പകരം ഒരു ഒറ്റ കപ്പാസിറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. സോ ഇവിടെ 3 കപ്പാസിറ്റർ ഉണ്ട്. ഈ 3 കപ്പാസിറ്ററിന് പകരം നമ്മളൊരു ഒറ്റ കപ്പാസിറ്റർ കൊണ്ട് ഇതിനെ 3നെയും റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം ഇങ്ങനെ വരും. ശരിയല്ലേ? ഇതാണ് ആകെ കപ്പാസിറ്റൻസ്. ഇതിനെ ഞാൻ സി എന്ന് വിളിക്കാൻ പോവുകയാണ്. ആകെ കപ്പാസിറ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഈക്വലന്റ് കപ്പാസിറ്റൻസ്. സോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അഥവാ ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സർക്യൂട്ടിൽ ആക്ട് ചെയ്യുന്ന ആകെ കപ്പാസിറ്റൻസ് ആണ്. നമ്മൾ കൊടുത്തത് സെയിം പൊട്ടൻഷ്യലാണ് വി. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ശേഖരിക്കപ്പെടുന്ന ചാർജ് എത്രയാണ്? പ്ലസ് ക്യൂ. ഇവിടെയാണെങ്കിൽ മൈനസ് ക്യൂ. സോ ഈ കപ്പാസിറ്ററിലും ശേഖരിക്കപ്പെട്ട ആകെ ചാർജ് എത്രയാണ്? ക്യൂ ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഈ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അഥവാ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വി വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡ് ബൈ സി ആണ്. സോ ക്യൂ ഡിവൈഡ് ബൈ സി ആണ്. സോ വിക്ക് പകരം പറയാം ക്യൂ ബൈ സി. സോ വി എന്താണ്? ക്യൂ ഡിവൈഡ് ബൈ സി ആണ്. ഇനി V1 എന്താണ്? നമുക്കറിയാം V1 എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ C1 ആണ്. അതുപോലെ V2 എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ C2 ആണ്. അതുപോലെ V3 എന്താണ്? ക്യൂ ഡിവൈഡ് ബൈ C3 ആണ്. സോ ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? ക്യൂവിനെ കോമൺ എടുക്കാം. സോ ക്യൂ ഡിവൈഡ് ബൈ സി വിച്ച് ഈസ് ഈക്വൽ ടു ക്യൂ കോമൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3. സോ ക്യൂവും ക്യൂവും ക്യാൻസൽ ആയിപ്പോയി. അങ്ങനെയെങ്കിൽ 1 ഡിവൈഡ് ബൈ സി വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ C1 പ്ലസ് 1 ഡിവൈഡ് ബൈ C2 പ്ലസ് 1 ഡിവൈഡ് ബൈ C3 എന്ന് കിട്ടും. സോ സി എന്താണ്? ഈ സർക്യൂട്ടിൻ്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്, ആകെ കപ്പാസിറ്റൻസ് ആണ്. ശരിയല്ലേ? സോ 1 ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് എന്താണ്? 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 ആണ്. കോൺസെപ്റ്റ് ക്ലിയർ ആയോ? സോ സീരീസിലാണെങ്കിൽ കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കപ്പാസിറ്റേഴ്സിൻ്റെ ഈക്വലൻ്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് അതും അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? 1 ഡിവൈഡ് ബൈ സി വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ C1 പ്ലസ് 1 ബൈ C2 പ്ലസ് 1 ബൈ C3 എന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം. കാര്യം മനസ്സിലായോ? ഇനി നമുക്ക് പാരലൽ കണക്ഷനെ കുറിച്ച് നോക്കാം. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് C1, C2, C3. അങ്ങനെ വ്യത്യസ്ത വാല്യൂ ഉള്ള 3 കപ്പാസിറ്റേഴ്സ് എൻ്റെ കയ്യിലുണ്ട്. ഈ കപ്പാസിറ്റേഴ്സിനെ ഞാനാണെങ്കിൽ പാരലായിട്ട് ഒരു സെല്ലുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഞാനിവിടെ ആണെങ്കിൽ 3 കപ്പാസിറ്റേഴ്സിനെ V വോൾട്ടേജ് ഉള്ള സെല്ലുമായിട്ട് പാരലായിട്ട് കണക്ട് ചെയ്തു. ഇനി നോക്കുക, ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുന്ന പോസിറ്റീവ് പൊട്ടൻഷ്യൽ ആർക്കൊക്കെ കിട്ടും? ഈ തേർഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റിന് കിട്ടും. അതുപോലെ ഈ സെക്കൻഡ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റിന് കിട്ടും. അതുപോലെ ഈ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ ഫസ്റ്റ് പ്ലേറ്റിനും കിട്ടും. ശരിയല്ലേ? സോ ഇവിടെ പോസിറ്റീവ് ചാർജ് ചെയ്ത പ്ലേറ്റുകളെല്ലാം ഒരുമിച്ച് കണക്ട് ചെയ്തേക്കുകയാണ്. ശരിയാണോ?
അത് ആരുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയാണെങ്കിൽ ഈ സെല്ല് കൊടുക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ ആർക്ക് കിട്ടും? ഈ കപ്പാസിറ്റേഴ്സിൻ്റെ സെക്കൻഡ് പ്ലേറ്റിനെല്ലാം എന്ത് പൊട്ടൻഷ്യൽ കിട്ടും? നെഗറ്റീവ് പൊട്ടൻഷ്യൽ കിട്ടും. ശരിയല്ലേ? സോ നെഗറ്റീവ് പ്ലേറ്റുകളെല്ലാം ഒന്നിച്ച് നെഗറ്റീവ് പൊട്ടൻഷ്യലുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതുപോലെ പോസിറ്റീവ് പ്ലേറ്റുകളെല്ലാം ഒന്നിച്ച് പോസിറ്റീവ് പൊട്ടൻഷ്യലുമായിട്ടും കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കണക്ഷൻ രീതിയെ വിളിക്കുന്ന പേരാണ് പാരലൽ കണക്ഷൻ. കാര്യം മനസ്സിലായോ? ഇനി നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ് പാരലൽ കണക്ഷനിൽ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. പാരലൽ കണക്ഷനിലെ വോൾട്ടേജ് സെയിം ആണ്. അതായത് ഈ 3 കപ്പാസിറ്റേഴ്സിൻ്റെയും പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ത് തന്നെയാണ്? ഈ വി തന്നെയാണ്. എത്രയാണോ ഈ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ അത് തന്നെയാണ് ഈ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ്. അതുപോലെ ഈ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും വി തന്നെയാണ്. അതുപോലെ ഈ 2 പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പും വി തന്നെയാണ്. സോ പാരലൽ കണക്ഷനിലാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്താണ്? സെയിം ആണ്. പ്ലേറ്റുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് സെയിം ആണ്. അത് ആർക്ക് ഈക്വൽ ആണ്? നമ്മുടെ സെല്ലിൻ്റെ പൊട്ടൻഷ്യലിന് ഈക്വൽ ആണ്. പക്ഷേ ഇവിടെ പൊട്ടൻഷ്യൽ മാത്രമേ സെയിം ഉള്ളൂ. എന്ത് സെയിം അല്ല? കപ്പാസിറ്റർ സ്റ്റോർ ചെയ്യുന്ന ചാർജിൻ്റെ വാല്യൂ സെയിം അല്ല. ഇവിടെയാണെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന ചാർജിൻ്റെ വാല്യൂ Q1 ആണെങ്കിൽ ഇവിടുത്തെ ചാർജിൻ്റെ വാല്യൂ Q2 ആണ്. ഇവിടുത്തെ ചാർജിൻ്റെ വാല്യൂ Q3 ആണ്. നമുക്ക് നോക്കാം എന്തുകൊണ്ടാണ് ഇവിടെ ചാർജിൻ്റെ വാല്യൂ വ്യത്യസ്തമാകുന്നത്. കപ്പാസിറ്ററിൻ്റെ ജനറൽ ഇക്വേഷൻ ആണ് C which is equal to Q divided by V. നമുക്ക് Qൻ്റെ വാല്യൂ ആണ് വേണ്ടുന്നത്. ശരിയല്ലേ? സോ Q which is equal to C into V. ഫസ്റ്റ് കപ്പാസിറ്റർ എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ Qൻ്റെ വാല്യൂ നമുക്ക് അറിയത്തില്ല. സോ C എത്രയാണ്? C1 ആണ്. സോ C1 into V ആണ് Q1ൻ്റെ വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ ഈ കപ്പാസിറ്ററിൻ്റെ Cൻ്റെ വാല്യൂ വ്യത്യസ്തമാണ്. എത്രയാണ്? C2 ആണ്. അതുകൊണ്ട് ആരും വ്യത്യസ്തമായിരിക്കും? ചാർജിൻ്റെ വാല്യൂ വ്യത്യസ്തമായിരിക്കും. സോ സെക്കൻഡ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജാണ് Q2 which is equal to C2V. അതുപോലെ തേർഡ് കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജ് എത്രയാണ്? Q3 which is equal to C3 into V. C3 into V. കാര്യം മനസ്സിലായോ? ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജിൻ്റെ വാല്യൂ ഈ കേസിൽ, ഏത് കേസിൽ? പാരലൽ കണക്ഷനിൽ വ്യത്യസ്തമാണ്. ഇനി നമ്മുടെ ഈ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനൽ കൊടുക്കുന്ന ചാർജാണ് +Q എന്ന് കരുതുക. സോ ഈ +Q എന്ന ചാർജ് ഇങ്ങനെ ഒഴുകി അതിൻ്റെ കുറച്ച് ഭാഗം ഇവിടെ എത്തും. ശരിയല്ലേ? കുറച്ച് ഭാഗം ഇവിടെയും കുറച്ച് ഭാഗം ഇവിടെയും എത്തും. ശരിയാണോ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ആകെ ചാർജ്, സെല്ല് കൊടുത്ത ആകെ ചാർജ് Q which is equal to Q1 plus Q2 plus Q3 ആണ്. സോ Q which is equal to Q1 plus Q2 plus Q3 ആണ്. കാര്യം മനസ്സിലായോ? Q എന്താണ്? നമ്മുടെ സെല്ല് കൊടുത്ത ആകെ ചാർജാണ്. ഈ ആകെ ചാർജ് 3 മുറിഞ്ഞ് 3 കപ്പാസിറ്ററിനും കിട്ടി. കാര്യം മനസ്സിലായോ? ഏത് കണക്ഷനിലാണ്? പാരലൽ കണക്ഷനിൽ ചാർജുകൾ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഷെയർ ചെയ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാമോ ഏത് കപ്പാസിറ്റർ ആയിരിക്കും ഏറ്റവും കൂടുതൽ ചാർജിനെ സംഭരിച്ചത്? സോ നമുക്കറിയാം ചാർജിൻ്റെ വാല്യൂ Q which is equal to C into V ആണ്. ഇവിടെ ആര് കോൺസ്റ്റൻ്റ് ആണ്? Vൻ്റെ വാല്യൂ എല്ലാ കപ്പാസിറ്റേഴ്സിനും കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം Q which is proportional to C. സോ ആരുടെ കപ്പാസിറ്റൻസ് ആണോ കൂടുതൽ അവൻ്റെ ചാർജിൻ്റെ വാല്യൂ, അവൻ സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. സോ ഈ കപ്പാസിറ്റേഴ്സിൽ ഏത് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണോ കൂടുതൽ ആ കപ്പാസിറ്റർ സ്റ്റോർ ചെയ്ത ചാർജിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും. ഏത് കണക്ഷനിലാണ്? പാരലൽ കണക്ഷനിലാണ് ഈ കണ്ടീഷൻ. സോ ഇത്രയും കോൺസെപ്റ്റിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സർക്യൂട്ടിൽ അനുഭവപ്പെട്ട ആകെ കപ്പാസിറ്റൻസ്, ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. സോ ഈ 3 കപ്പാസിറ്റൻസിന് പകരം നമുക്കൊരൊറ്റ കപ്പാസിറ്ററിനെ റീപ്ലേസ് ചെയ്യാം. ആ കപ്പാസിറ്ററിനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻ്റ് കപ്പാസിറ്റർ. അതിൻ്റെ കപ്പാസിറ്റൻസ് ആണ് ഇക്വലൻ്റ് കപ്പാസിറ്റൻസ്. സോ നമുക്ക് ഈ സർക്യൂട്ടിൻ്റെ ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ്, അതും അല്ലെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്രയും നോക്കാം. സോ ഞാൻ ഈ 3 കപ്പാസിറ്ററിന് പകരം ഒരൊറ്റ കപ്പാസിറ്റർ കൊണ്ട് ഈ സർക്യൂട്ട് വരയ്ക്കാൻ പോവുകയാണ്. സോ ഈ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ് C. C എന്താണ്? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. നമ്മൾ കൊടുത്ത വോൾട്ടേജ് V തന്നെയാണ്. ഇത് പ്ലസ് വോൾട്ടാണ്, ഇത് മൈനസ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് എത്രയാണ്? ഇവിടെ ഒറ്റ കപ്പാസിറ്ററേ ഉള്ളൂ. സോ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ചാർജ് Q ആണ്. ശരിയല്ലേ? കാരണം ഈ പ്ലേറ്റിൽ +Q ചാർജും ഈ പ്ലേറ്റിൽ -Q ചാർജും സ്റ്റോർ ചെയ്യും. സോ ഈ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്ത ചാർജ് എത്രയെന്ന് പറയും? നമ്മൾ Q എന്ന് പറയും.
സോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു വി ആണ്. സോ ക്യൂവിന് പകരം പറയാം സി ഇൻറ്റു വി. കാര്യം മനസ്സിലാവുന്നുണ്ടോ? ഈ ക്യൂ എന്താണ്? നമ്മുടെ കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്യപ്പെട്ട ചാർജാണ്. സോ ക്യൂ വിച്ച് ഈസ് ഈക്വൽ ടു സി. ഈ സി എന്താണ്? ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ്. ഈ വി എന്താണ്? നമ്മുടെ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ. വിച്ച് ഈസ് ഈക്വൽ ടു Q1. Q1 എന്താണ്? C1V ആണ്. C1V പ്ലസ് Q2 അതെന്താണ്? C2V ആണ്. പ്ലസ് Q3 അതെന്താണ്? C3V ആണ്. ഇവിടെ നമുക്ക് ആരെ കോമൺ എടുക്കാം? CV അതുപോലെ എഴുതി നമുക്ക് V യെ കോമൺ എടുക്കാം. സോ കിട്ടും C1 പ്ലസ് C2 പ്ലസ് C3. ഈ വിയും ഈ വിയും ക്യാൻസലായി. സോ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കണക്ഷൻ which is equal to C1 plus C2 plus C3 ആണ്. കാര്യം മനസ്സിലായോ? സോ പാരലൽ കണക്ഷനിലാണെങ്കിൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താണ്? C which is equal to C1 plus C2 plus C3 ആണ്.